അധാർമികതയുടെ അന്ധകാരത്തിൽ നിന്ന് നേർവഴിയുടെ വെളിച്ചം തെളിയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മലബാറിലെ മക്കയായ പൊന്നാനിയിലാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രവാചകൻ തന്നെയാണ്. ഇപ്പോൾ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഇതുണ്ടാവല്ലോ, ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് പറയാനാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമ്മളെ നബിയാണ്. നബിയാണെങ്കിൽ ആദ്യം പഠിച്ച തന്നെ ആരംഭമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ആദ്യം നബിനെ ഇതായെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് മറക്കാനും പറ്റൂലല്ലേ. അള്ളാഹിൻ്റെ റസൂലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതല്ലേ, നബി പറഞ്ഞ രീതിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു സംഭവം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാൻ ആഗ്രഹിക്കും? ഞാനത് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിക്ക് ഏറ്റവും ത്യാഗം സഹിച്ച സംഭവമാണ് സൗർ ഗുഹ. സൗർ ഗുഹയിൽ അതുപോലെ അള്ളാഹു ഞാൻ കയറി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു മനുഷ്യനിക്കും 3 കിലോമീറ്റർ എടുക്കും. താഴത്തുനിന്ന് ടാക്സിക്കാരൻ പറഞ്ഞ് നിങ്ങളിതിന് പോകാൻ പറ്റില്ല, 81-ലാണ് ഞാൻ പോയത്. അപ്പോൾ ആ ടാക്സിക്കാരൻ പറഞ്ഞ് ഭയങ്കര ചൂടാണ്, 3-4 കുപ്പി വെള്ളം 2 കുപ്പി വെള്ളം മേടിച്ചത്. പക്ഷേ പകുതി മല കയറുമ്പോഴേക്ക് മേടിച്ച കുപ്പി വെള്ളം തീർന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ 2.5 മണിക്കൂർ സൗഹൃദൻ്റെ മുകളിൽ നിന്ന് ഗുഹല്ല, ഈ മല ഇങ്ങനെ വലിയ കരിങ്കല്ലില്ല, അതിങ്ങനെ പാറായിട്ട് അതിങ്ങനെ ഗുഹയായിട്ട് നമുക്ക് തോന്നും. ഒരു ഒഴിവാണ്. അപ്പോൾ റസൂലുള്ള അബോക്സിറ്റിക്ക് അതിൻ്റെ ഉള്ളിൽ 3 ദിവസം ഇരുന്നു. 3 രാവും 3 പകലിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടിയപ്പോൾ 4 അബൂജഹൽ അപ്പോഴേക്ക് പ്രഖ്യാപിച്ചു പോയി, റസൂലുള്ളാഹിയെ പിടിച്ചവർക്ക് 1000 വെള്ളക്കുതിര സമ്മാനം തരാമെന്ന്. അതിൽ ആകെ മക്ക വിറച്ചുപോയി. ഈ സമ്മാനത്തിൽ എല്ലാവരും ആഗ്രഹിച്ചപ്പോൾ ഈ സമ്മാനം കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമല്ലോ. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞ് റസൂലുള്ളാഹിനെ പറഞ്ഞ്, റസൂലേ ഇങ്ങനെ അബൂജഹൽ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഒരു സഹാബി വന്ന് പറഞ്ഞതാണ്, ആ വിവരം കിട്ടി. നമ്മളിപ്പോൾ എങ്ങനെ ഇതിൻ്റെ 3 ദിവസം വെള്ളമില്ല, ഒന്നുമില്ല, പച്ചടകളാണ് തിന്നിരുന്നത്. പച്ചട കാഷ്ടിക്കാൻ അങ്ങനെ കുടിക്കാൻ വെള്ളം വരില്ല. അങ്ങനെ ഇരുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് മക്ക നോക്കുന്നുള്ളൂ. മക്ക നോക്കുമ്പോൾ വിജനമായി കിടക്കണം. ഒരു ഈച്ച വരെ പാർന്നില്ല. കാബ ശരീഫ് ഇങ്ങനെ ഇരിക്കണം, കാബ ശരീഫിൻ്റെ അടുത്ത്. റസൂലുള്ളാഹി വന്ന് സഹാബി പറഞ്ഞ് അബൂസിദ്ദീഖിനോട് പറഞ്ഞു, മക്ക കാലിയാണ്, മനുഷ്യന്മാരാരെയും കാണുന്നില്ല, അതുകൊണ്ട് എന്താ പിന്നെ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി അവർ താഴത്തെത്തിയ പാടെ ഈ സമ്മാനം പ്രഖ്യാപിച്ചില്ലേ, അതൊരു ഖുറൈശി സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളക്കുതിരകളെ കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇയാളെ കുതിരേൻ്റെ കാലും അയാളെ കാലും മണ്ണി പാർന്ന് നിലവിളിക്കുന്നു. ഈ നിലവിളി കേൾക്കുന്നത് റസൂലുള്ളാഹി സഹാബി. റസൂലുള്ളാഹി ചോദിച്ച് പറഞ്ഞ്, അവിടെ അല്ലേ രണ്ടാളിരുന്ന് കരയാണ്, നമ്മളല്ലേ കരച്ചിൽ കേൾക്കണം. റസൂലുള്ളാഹി ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ കേട്ടറിവിട്ടാ. ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ ശരിയാന്ന് ഇത്ര വിസ്തരിച്ച് പറയാൻ പറ്റില്ല. ഞാൻ 81-ൽ കണ്ടാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് അവരവിടെ കിടന്ന് കരഞ്ഞോട്ടെ, നമ്മൾ പോണേക്ക് അമ്മ പോകുക. അങ്ങനെ പോകുമ്പോൾ പിന്നെ കരച്ചിൽ ഓവറായപ്പോൾ റസൂലുള്ളാഹി സഹിച്ചില്ല. ഒരു അനുകമ്പ തോന്നി. തിരിച്ചു പോകുമ്പോൾ 2 കയ്യും കാലും മണ്ണി പോന്നു പോയി കുതിരൻ്റെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാര്യം പുറത്ത് എടുത്തുവെച്ച് മറ്റേ കാലെടുത്ത് പുറത്ത് അവരപ്പം തന്നെ ഇസ്ലാമത സ്വീകരിച്ച്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് മറക്കാനാവാത്തൊരു സംഭവമല്ലേ, നിങ്ങളെ സ്വാധീനിച്ചൊരു ചരിത്രം കൂടിയാണ്. സംഭവം തന്നെ അല്ലേ. കാരണം സംഭവം തന്നെ 3 ദിവസം പച്ചവെള്ളം കിട്ടാതെ വലിയ മലൻ്റെ മുകളിൽ താഴത്തു നിന്ന് 2 മണിക്കൂർ എടുക്കുന്ന പറയുമ്പോൾ എത്ര ദൂരം ഉണ്ടാവും. ആ താഴത്തു നിന്നുള്ള അതിൻ്റെ ഉയരം നമ്മൾ നോക്കണമല്ലോ. നമ്മളിപ്പോൾ താഴത്തുനിന്ന് കാല് വെച്ചാണ്ട് കയറുമ്പോൾ അവിടെ എത്തുമ്പോൾ 2 മണിക്കൂറാണ്. അത്രയും നേരം ഇങ്ങനെ പിടിച്ച് ഇപ്പോഴും സൗദി ഗവൺമെന്റ് സൗകര്യമാക്കിക്കണം, പടി പോലെ ആക്കിക്കണം. അന്ന് വെറും മരൻ്റെ കല്ലാണ്, ഈ കരിങ്കല്ല് പോലത്തെ. അത് ഇങ്ങനെ പിടിച്ച് കയറുമ്പോൾ അമ്മനെ വീണാൽ അവിടുത്തെ ഉണ്ടാവും, താഴത്തേക്ക് എത്തൂല. കാരണം ഈ പാറിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു അറിവാണിൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ മുസ്ലിങ്ങൾക്കും റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. നമ്മളൊക്കെ വളരെയധികം റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് വളർത്താൻ, അവിടുത്തെ ഒരു ഇഷ്ഖ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ എന്തായാലും റസൂൽ നമ്മളോട് എന്താണ് പറഞ്ഞത്? ഇന്നെ മാതിരി ചെയ്യണം, സത്യം പറയണം, കടക്കാൻ പാടില്ല, അനാഥകൾക്ക് ധർമ്മം ചെയ്യണം,
അനാഥാലയത്തിൽ സദക്ക ചെയ്യണം, പള്ളിക്ക് സദക്ക ചെയ്യണം. റസൂലുള്ള നമ്മോട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം. റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വഴിപ്പെടുക, റസൂലുള്ളാഹിന്റെ കൽപ്പനകളൊക്കെ അത് അനുസരിക്കുക. ശരിയാവുള്ളൂ. അതെ അതെ. നബി നമ്മോട് എന്താ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നെന്നമാതിരി ചെയ്യണം, ഈ വഴിക്ക് കൂടെ പോകരുത്, അതിൽ കൂടെ പോകരുത്, ഇതിൽ കൂടെ പോകണം, ഇതിൽ കൂടെ പോകണം, അത് നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ വാക്ക് നമ്മൾ അംഗീകരിച്ചെന്നുള്ളത് അത് വരുള്ളൂ. അപ്പം അതിലൂടെ നമുക്ക് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് മഹബത്ത് നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ വളരലല്ലേ. അപ്പോഴല്ലേ ഞാൻ പഠിച്ച അറിവ് വേറെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയാളെ തലമുറക്ക് പിന്നെയും തിരഞ്ഞെടുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല അപ്പം ഞാൻ ആൾ പഠിച്ചോണ്ട് കാര്യമായിരിക്കും പകർന്നു കൊടുക്കാൻ കഴിയും. പറഞ്ഞു കൊടുക്കണം. അതെ അതെ. എന്താണ് അപ്പോൾ അതാണ് ഞങ്ങൾ വളരെ ഉപകാരമായി. സന്തോഷം.